ഹലോ ട്രേഡേഴ്സ്, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് ആയിരുന്നു. അതായത് ഒരു മാർക്കറ്റിൻ്റെ സഡൻ മൂവ്മെൻറ്റത്തിൻ്റെ റീടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്, അതായത് ഒരു എൻട്രി ഏരിയ. അതായത് ഞാൻ പറഞ്ഞത് ഒരു ഇമ്മീഡിയറ്റ് മൂവ്മെൻറ്റത്തിൽ ഒരിക്കലും ക്യാച്ച് ചെയ്യരുത്. ദെൻ ആ ഒരു ഇമ്മീഡിയറ്റ് മൂവ്മെൻറ്റത്തിനുള്ള റീടെസ്റ്റ് ക്യാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ബെസ്റ്റ് സെല്ലിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ബൈയിങ് ഏരിയ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രേഡ് മാർക്കറ്റ് മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റത്തിൻ്റെ എവിടെ വരെ, അപ്പോൾ ഒരു റീസെൻ്റ്ലി നമുക്കൊരു ചാർട്ട് അനലൈസ് ചെയ്യാനായിട്ടില്ല എന്ന് വിചാരിക്കാം. അതായത് മാർക്കറ്റിൽ പ്രീവിയസ് ചാർട്ട് ഇല്ലാത്ത ഡാറ്റാസ് ആയിരിക്കും. അതായത് കണ്ടിന്യൂസ്ലി ന്യൂ ഹൈസ് ക്രിയേറ്റ് ചെയ്ത കണ്ടീഷനിൽ പോവുകയാണെന്ന് ഇരിക്കും മാർക്കറ്റ്. സോ പഴയ ചാർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ലിക്വിഡിറ്റി ഇവിടെയുണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്, ഇങ്ങനെയുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്കറ്റിൽ ടാർഗറ്റ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിജക്ഷൻ പോയിന്റ്സ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഒരു റിജക്ഷൻ പോയിന്റ്സ് ഒന്നുമില്ല, മാർക്കറ്റ് എന്ത് ചെയ്തു, ഇൻഫിനിറ്റിയിലേക്ക്, അതായത് ന്യൂ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ന്യൂ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു കണ്ടീഷൻ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ ഓബിയസ്ലി ഇതിന് ഒരു ടാർഗറ്റ് കണ്ടുപിടിക്കണമല്ലോ. ആ ഒരു ടാർഗറ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ടൂൾ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഫിബൊനാച്ചി ടൂൾ സെഗ്മെൻറ്റിൽ എന്ത് ചെയ്യുക, ഫിബ് റീട്രേസ്മെൻറ്റ് താഴെയായിട്ട് നമുക്ക് ഇവിടെ കിടക്കുന്ന ഫിബ് എക്സ്റ്റൻഷൻ. കാരണം അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു മാർക്കറ്റ് ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വെച്ചിട്ട് നമുക്കൊരു മൂവ് കിട്ടിയെന്നിരിക്കാം. ഇപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് നമുക്കൊന്ന് മാർക്കറ്റിലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഒരു സഡൻ മൂവ്മെൻറ്റ് മാർക്കറ്റ് എടുത്തു, ദെൻ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ക്യാച്ച് ചെയ്തു. നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ ഒരു കണ്ടീഷനിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ട്രേഡ്സ് മാർക്കറ്റ് ലെവലുകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് തന്നെയാണ്. സോ ആരൊക്കെ കാൽക്കുലേഷൻ വന്നിട്ടുള്ളത് ഇതൊരു മാത്തമാറ്റിക് സെഗ്മെൻറ്റിൽ തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റ്സ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയിലോട്ട് പോയിരുന്ന ചാർട്ടുകൾ നോക്കുകയാണെങ്കിൽ നോർമലി ഗോൾഡിൻ്റെ ചാർട്ട് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലക്റ്റുവേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് നോക്കി നോക്കാം ഗോൾഡിൽ എന്താണ് സംഭവം നോക്കാം. മാർക്കറ്റിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് പോയ കണ്ടീഷൻസ് ആയിരുന്നു ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നത്. സോ പഴയ ചാർട്ടിലൊന്നും ബാക്ക് ടെസ്റ്റ് ചെയ്യാനില്ല നമുക്ക്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മാർക്കറ്റ് ലെവൽസ് പിടിച്ചിരുന്നത് നമ്മൾ നോക്കിയിരുന്നത് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ഫിബ് ലെവൽ എക്സ്റ്റൻഷൻസ് വെച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്തപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് എല്ലിയോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഡെയിലി ബേസ്ഡ് അനാലിസിസൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്തു, മുകളിലേക്കാണ്, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു 2600-2700 ടാർഗറ്റ്സ് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 750 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്തു, മിനിമം ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടായി. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് തന്നെ ഈ ഒരു സഡൻ മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ഇതൊരു ഹൈ വോളിയം മൂവ്മെൻറ്റ് വരുന്നു. സോ 50% ഓഫ് റീടെസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. നമ്മൾ നോക്കിയത് 50% മാർക്കറ്റ് എന്ത് ചെയ്തു, 50 to 61% മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കവറപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് മാർക്കറ്റ് മൂവ് ചെയ്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബോട്ടം സ്വിംഗ് ലോ തുടങ്ങിയിട്ട് ടോപ്പ് സ്വിംഗ് ഹൈ വരെ കളക്ട് ചെയ്യുന്ന രീതിക്ക് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് വരയ്ക്കുകയും ദെൻ നെക്സ്റ്റ് ലെവൽ ടാർഗറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ എടുത്തു. ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ എടുത്തിട്ട് ഈ ഒരു ലെവൽ ബോട്ടം ടു ടോപ്പ് നമ്മൾ ഫസ്റ്റ് ടാപ്പ് ദെൻ റീടെസ്റ്റ് ചെയ്ത് മൂവ് ചെയ്യുന്ന ആ ഒരു റീടെസ്റ്റിംഗ് ഏരിയ ക്യാച്ച് ചെയ്തു. ഇങ്ങനെയാണ് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ നമ്മളെടുത്തത്. നമ്മുടെ ലെവൽ ഓഫ് ടാർഗറ്റ്സ് ഇത് തന്നെയായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഒരിക്കലും നമ്മൾ ഇവിടെയൊന്നും നമ്മൾ ടാർഗറ്റ് ചെയ്യില്ല. മിനിമം നമുക്കറിയാം ഈ ഒരു ഹൈ വരെ പോകണമെന്ന്. സോ ഈ ഒരു ഹൈ ആയിരിക്കണം 0.5 ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വരേണ്ടത് ഈ ഒരു ഫിബ് ലെവൽ വെച്ചെടുക്കുമ്പോൾ. ദെൻ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ, തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ, ഫോർത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റിയിലോട്ട് നമ്മൾ ടാർഗറ്റ്സ് ചെയ്യുക. അതായത് പഴയ ചാർട്ട് ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ, അതായത് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ്സ് കളക്ട് ചെയ്യുക. ഇതിന് പകരം നമ്മൾ വേറൊരു കണ്ടീഷനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ABCD പാറ്റേൺസ് ആണത്. അത് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അത് ജസ്റ്റ് ഇതേപോലെ തന്നെയാണ്, സെയിം സിനാരിയോ തന്നെയാണ്. ഈ ഒരു പാറ്റേൺ നമ്മൾ എടുത്തിട്ട് നോർമലി ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു, ദെൻ സ്വിംഗ് ഹൈ കളക്ട് ചെയ്യുന്നു, ദെൻ സ്വിംഗ് ലോ കളക്ട് ചെയ്യുന്നു, ദെൻ 1.32 എന്നൊക്കെ പറഞ്ഞു വരുന്നില്ലേ, അത് നമ്മൾ 2 ആവുന്നവരെ ഹോൾഡ് ചെയ്ത് പിടിക്കും മേലേക്ക്. ഒരു അറൗണ്ട്സ് ഈ ഒരു കണ്ടീഷൻ നമ്മളിങ്ങനെ ചരിച്ചൊക്കെ ഹോൾഡ് ചെയ്യുക. പക്ഷേ ഓൾമോസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യണം, ഡയറക്റ്റ്ലി ഒരു 45 ആംഗിളിലോട്ടൊന്ന് ഹോൾഡ് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2, ഏകദേശം 2 എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റായിട്ട് വരിക. ഓക്കെ, ഫിബ് എക്സ്റ്റൻഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നിന്നിട്ട് ഫിബ് എക്സ്റ്റൻഷൻ ഫസ്റ്റ് മൂവ്, സെക്കൻഡ് മൂവ് ആൻഡ് തേർഡ് മൂവ് ലെവൽസ്. ഈ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ അറൗണ്ട്സ് എന്ത് ചെയ്യുക, ഈ ഒരു ലാസ്റ്റ് ടാർഗറ്റിന് മുന്നേ ഉള്ള ടാർഗറ്റ് ലെവലാണ്. ലാസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. സോ 2%, ഐ മീൻ 2.00 നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോൾ ഏകദേശം റിജക്ഷൻ ആവുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യുക, മിനിമം റിജക്ഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്ത് പിടിക്കാൻ പറ്റും.
സോ ഇത് ക്ലബ് ചെയ്യണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. ഫിബ് എക്സ്റ്റൻഷൻ തന്നെ എടുത്താൽ മതി. ഈ ഒരു ടാർഗറ്റ് ഈ ഒരു ABCD പാറ്റേൺസ് യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നോർമലി ഫിബ് എക്സ്റ്റൻഷനും ഫിബ് റീട്രേസ്മെൻറ്റ് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇൻഫിനിറ്റിയിലോട്ടുള്ള ടാർഗറ്റ്, അതായത് താഴേക്കാണെങ്കിലും മേലേക്കാണെന്നുണ്ടെങ്കിലും പഴയ ചാർട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്ന സെഗ്മെൻറ്റാണ് ഫിബനാച്ചി എക്സ്റ്റൻഷൻ. നമ്മളിപ്പോൾ വേറൊരു കണ്ടീഷനിൽ നമുക്ക് നോക്കി നോക്കാം. US 500 ആണ് കറണ്ട് മാർക്കറ്റിൽ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് മാർക്കറ്റിൽ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് വെച്ചിട്ട്, അതായത് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയിരിക്കുന്ന പർട്ടിക്കുലർ ഏരിയ നമുക്ക് ഇവിടെയാണ്. സോ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് വെച്ചിട്ട് നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട്. ടാർഗറ്റ് നമുക്ക് നോക്കി നോക്കാം, എവിടെ വരെ പോകും നോക്കാം ഫിബ് എക്സ്റ്റൻഷൻ വെച്ചിട്ട്. സോ ഫിബ് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഹൈലൈറ്റ് പ്ലോട്ട് ചെയ്തു. ദെൻ ഈ ഒരു 50% ക്യാച്ച് ചെയ്തു. ദെൻ നമ്മുടെ ടാർഗറ്റ് ലെവൽസ് എന്ന് പറയുന്നത് 1 ഇവിടെ പിടിച്ചിട്ടുണ്ട്, 2 ആൻഡ് 3, ഏറ്റവും ഫൈനലി ഇവിടെ ഏരിയ ഒരു 6400 ആ ടാർഗറ്റ്. പക്ഷേ അത്രയും നമ്മൾ നോക്കണ്ട. നോർമലി നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നു, ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഏരിയ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുന്നുണ്ട്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഇൻ ഫ്യൂച്ചറിൽ, അതായത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ ചാർട്ട് ഇല്ലാത്തൊരു കണ്ടീഷൻ, അതായത് പഴയ ചാർട്ടിലേക്ക് ആ ഒരു ഏരിയ ഇൻഫിനിറ്റിയിലോട്ടുള്ള സെഗ്മെൻറ്റാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നോക്കേണ്ടത് ഇത്തരത്തിലുള്ള ചാർട്ട് സെഗ്മെൻറ്റ്സിന് ഫിബനാച്ചി റീട്രേസ്മെൻ്റ് ആയിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഡൗണിലേക്ക് വരുള്ളൂ. ഡൗണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ബൈയിങ് പോയിൻ്റ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഏരിയ. പക്ഷേ കറൻ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മുകളിലോട്ട് പോകാനുള്ള ചാൻസാണ്. ഹൈ വോളിയം ഓഫ് ബൈയിങ് ആണ്. ഇന്നലെ NVIDIAയിലുണ്ടായ ബൈ മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്രഷറിങ് ഒക്കെ കണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്സ് ഇൻ ഫ്യൂച്ചറിലേക്ക് അപ്പ് ട്രെൻഡിലേക്ക് പോകാനുള്ള ചാൻസ് തന്നെ. ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിബനാച്ചി ലെവൽസിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം ഹൈ ലെവൽ പമ്പിങ് ക്രിയേറ്റ് ചെയ്യുകയും സ്ട്രക്ചർ ബ്രേക്കും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ബൈ മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ ഇൻ ഫ്യൂച്ചറിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ടാർഗറ്റ് ലെവൽസാണ് നമ്മൾ ഈ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ കണ്ടീഷൻസാണ് നാസ്ഡാക്കിലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫിബനാച്ചി റീട്രേസ്മെൻറ്റും ഫിബ് എക്സ്റ്റൻഷൻസൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിനെ സാധൂകരിക്കുന്ന രീതിക്ക് എന്തെങ്കിലും സെഗ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇതിൽ നമുക്ക് നോക്കണ്ട, കാരണം നാസ്ഡാക്കിൽ ഓൾറെഡി പ്രീവിയസ് ചാർട്ട് ഉണ്ട്. സോ അതിന് റെസിസ്റ്റൻസ് എവിടെയാണ്, എവിടെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാമെന്ന് ഏകദേശം അത്രയും ചാർട്ട് സെഗ്മെൻറ്റിലെ റിജക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മെയിൻ ടൂൾസാണ് ഫിബനാച്ചി റീട്രേസ്മെൻറ്റ് ആൻഡ് ഫിബ് എക്സ്റ്റൻഷൻ. ഇത് രണ്ടും ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ചാർട്ട് ട്രേഡ് ചെയ്യുമ്പോൾ, അതായത് ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാനുള്ള ഏരിയയും, അതേപോലെയുള്ള ഇൻ ഫ്യൂച്ചറിലേക്ക് ചാർട്ട് അനലൈസ് ചെയ്യാതെ, അതായത് മാർക്കറ്റിൽ പ്രീവിയസ് ചാർട്ടിലെ ഡാറ്റാസ് നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, പുതിയ ടാർഗറ്റ് ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സെഗ്മെൻറ്റ്സ് ഇത് രണ്ടും തന്നെയായിരിക്കും. സോ വീണ്ടും ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള നമുക്ക് വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ അതുവരെ ബൈ.